ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റിയുടെ കേസിൽ അവർക്ക് എന്തായാലും കുഴപ്പമില്ല, ബ്ലീഡിങ് ആയാലും പ്രശ്നമല്ല. പീരീഡ്സിൽ നിർബന്ധിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് 2 കാലിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെക്സ് എന്ന് പറയുന്നത്. ത്രീസമിന് നിർബന്ധിക്കുന്ന ആളുകളുണ്ട്, കൊക്കോൾഡ് സെക്സിന് നിർബന്ധിക്കുന്ന ആളുകളുണ്ട്. അവർക്കുണ്ടാകുന്ന ഒരു ട്രോമ കൂടിയാണ്. എക്സ്ട്രീം, അതായത് അഗ്രഷനുള്ള പുരുഷന്മാരുണ്ട്, അഗ്രഷനുള്ള സ്ത്രീകളുണ്ട് കേട്ടോ. കടിക്കുക, മാന്തുക. ഭർത്താവ് ഇവരായിട്ടുള്ള സെക്സ് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് ലീക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. മാസ്ട്രേഷൻ ചെയ്യുന്നത് തെറ്റാണോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇതൊക്കെ ബാധിക്കുക എപ്പോഴാന്ന് വെച്ചാൽ ഫാമിലി ലൈഫിലാണ് വരുമ്പോഴാണ്. ആദ്യം അത് അഡിക്ഷൻ ആണോ, ഇത് റൊട്ടീൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു സ്ത്രീയും ഒരു പുരുഷനായിട്ടുള്ള വീഡിയോ ആയിരിക്കും കാണുക, പിന്നെ 2 സ്ത്രീ 2 പുരുഷൻ. നമ്മൾ ഫോറിൻ കൾച്ചർ അല്ലെങ്കിൽ വീഡിയോയെ നമ്മൾ അനുകരിക്കാൻ നോക്കാറുണ്ട്. അച്ഛൻ, മകൾ, മകൻ, അമ്മ, ഇങ്ങനെയുള്ള കേസുകളും ഒക്കെ കേരളത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കെപ്പോഴും നമ്മുടെ വീട്ടിൽ നടക്കുമ്പോഴേ വിശ്വസിക്കാൻ പറ്റും. വൈകൃതങ്ങളുള്ള ആളുകളെ വെച്ചിട്ട് അവർക്ക് അവരുടെ നീഡ് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി. സംശയരോഗത്തിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം സംശയമാണ്. ഓവർ പൊസസീവ്നെസ് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പുരുഷന്മാർക്ക് കരയാൻ അവരുടെ ഇൻസെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. പുരുഷനെ പീഡിപ്പിച്ചതുകൊണ്ട് ഇന്ന് വരെ ഒരു കേസ് വന്നിട്ടില്ല. പണ്ടേ ഇങ്ങനെ കാണാറുണ്ട്, പാല് കുടിക്കുന്നത് കാണാൻ പാടില്ല, പാല് കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ. ഇതെങ്ങനെ കുറയാ നോക്കുമ്പോ കുറയും. ഓക്കെ മാം, നമ്മളിപ്പോൾ ഈ ട്രസ്റ്റ് ഇഷ്യൂ, അതായത് ഒരു ജെന്യുവൻ റീസൺ കിട്ടിയിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ കാര്യം നമ്മൾ ഇത്രയും പറഞ്ഞു. ഇപ്പം നമ്മൾ ഒന്നുകൂടെ ഞാൻ ചോദിക്കാൻ, ഇപ്പം ആദ്യം നമ്മൾ പറഞ്ഞല്ലോ, അതായത് സംശയരോഗം, അതായത് ചിലപ്പം ഫാമിലി ഹിസ്റ്ററിയോടുകൂടി ഉള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള മാമിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് നമ്മളോട് സംശയമായിരിക്കും. ഒരു അനുഭവം പറയുകയാണെങ്കിലും ഒരു കപ്പിൾസ് വന്നു, അപ്പം നമ്മൾ കപ്പിൾ സെഷൻ ചെയ്യുന്ന സമയത്ത് 2 പേരെയും ഇൻഡിവിജ്വലി ഇരുത്തിയിട്ടാണ് ഇതാവുക. അപ്പം ഞാനൊരു കപ്പിളിനോട് പറഞ്ഞു, ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആരാണോ ഫസ്റ്റ് ഇരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു ഹസ്ബൻഡ് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ 1 hour സംസാരിച്ച് കഴിഞ്ഞിട്ട് വൈഫ് നമ്മളടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, അത് അവരുടെ. അതുപോലെ പറയുകയാണെങ്കിലും ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഒരു 116 മിസ് കോൾ ഉണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചപ്പം ഈ ഹസ്ബൻഡ് നമുക്ക് എൻക്വയറിക്ക് വേണ്ടി അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് സംശയമായിട്ട് ഇത് ആരാന്നറിയാൻ വേണ്ടിട്ട് ആരാണ്, എന്താണ്, എവിടെയാണ്, ഒരു പെണ്ണിന്റെ വോയിസും കൂടിയാണല്ലോ. അപ്പൊ ട്രസ്റ്റ്, അതായത് ഈ സംശയരോഗം ട്രസ്റ്റിന്റെ അല്ല, ട്രസ്റ്റ് ഇഷ്യൂ വേറെ ആദ്യം പറഞ്ഞത്. പാരനോയുടെ കേസ്, അതായത് സംശയരോഗത്തിന്റെ കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം സംശയമാണ്. അവർക്ക് ഒരു ജെന്യുവൻ റീസൺ വേണം. സിസ്റ്ററിനോട് സംസാരിച്ചാല്, ഫ്രണ്ടിനോട് സംസാരിച്ചാല്, എല്ലാത്തിനോടും സംശയമാണ്. സംശയരോഗം കൂടുതലായിട്ട് കാണാൻ ക്ലസ്റ്റർ എയില് ഉള്ള ആളുകൾക്കാണ്. പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക്, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്കൊക്കെയാണ് ഈ സംശയം കൂടുതൽ. പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുക. പാരനോയ പ്ലസ് എന്താ പറയാ, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്കാണ് കൂടുതലും. അതായത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്നാളോട് സംസാരിക്കാൻ പാടില്ല, ഇന്നാളോട് വീട്ടിൽ പോകാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഓവർ പൊസസീവ്നെസ് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച വിമൻ സൈക്കോളജി എന്നുള്ളത്, അതായത് നമ്മൾ കുറേ സെൻസിറ്റീവ്, അതായത് നമുക്ക് കുറേ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് മൂഡ് സ്വിങ്സ് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ് പല കാര്യങ്ങളിലും. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് കയറി പറയാൻ നമുക്കൊരു ഇൻഹിബിഷൻ ഉണ്ടാവും, അല്ലേ? ഇപ്പം നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോട് തന്നെ നമുക്ക് ഇപ്പം സെക്ഷൽ റിലേഷൻഷിപ്പ് എടുത്താൽ തന്നെ നമ്മൾ എന്താണ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയാനൊരു മടി സ്ത്രീകൾക്കില്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടുള്ള കാലഘട്ടത്തില് അതല്ലെങ്കിൽ ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്, അയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും വിചാരിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് ഇവൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്ത്രീക്ക് ഒരുപാട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പൊസിഷൻ വേണം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഓർഗാസം, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഉള്ള പ്ലഷർ പോയിന്റ് എന്ന് ഒരു ഇന്നത്തെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പറയാൻ മടിയില്ല. കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെ പണ്ടൊക്കെ ആണ്. അതെന്താ വെച്ചാൽ കാലഘട്ടം മാറി, ആളുകളുടെ ഫാന്റസി മാറി സെക്സിനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ അത് പറയാൻ പൊതുവേ. എന്നാലും ചില വീടുകളിൽ ഇതൊക്കെ പറയുന്നത് തെറ്റാണ്, ഇതൊക്കെ പറയാൻ പാടില്ല, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് മാത്രം സംസാരിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള. പിന്നെ ബേസിക്കലി ഇതുവരെ 20-25 വർഷമായിട്ട് ഓർഗാസം എന്താണെന്ന് അറിയാത്ത 4-5 മക്കളുണ്ട്, എന്നിട്ട് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അതെ മാം, ഇതിൻ്റെ എല്ലാം ഒരു ബേസിക് ഒരു തിങ് ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ, അത് അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ലല്ലോ. ഇല്ല.
അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ ഇതിലെല്ലാം ഈ കേസസിലെല്ലാം ശരിക്കും നമ്മൾ കാണുന്നത്? ഉറപ്പായിട്ടും സെക്സ് എഡ്യൂക്കേഷൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്സ് എഡ്യൂക്കേഷൻ മാത്രമല്ല, ഒരു വിമൻ സൈക്കോളജി, മെൻ സൈക്കോളജി, ഇതൊക്കെ ശരിക്കും ഒരു സിലബസിൽ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും അറിയാതെ ശരിക്കും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാതെയാണ് ലൈഫിലേക്ക് എൻട്രി ആവുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു സ്ത്രീയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു സ്ത്രീ ഇമോഷണലാണ്, ഒരു സ്ത്രീ ഫിസിക്കലി അവരുടെ നീഡ് എന്താണ് എന്നുള്ളത് പലപ്പോഴും ഒരു പുരുഷനും അറിയില്ല. അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്കും. ഒരു സ്ത്രീ എന്താണ്, അല്ലെങ്കിൽ ഒരു പുരുഷന്, അല്ലെങ്കിൽ പുരുഷൻ ഇതെല്ലാം ചെയ്തു തരേണ്ട ഒരാളാണ് എന്നുള്ള ഒരു ധാരണയാണ് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ വിമൻ ഇപ്പം അത്രയും സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ പറയാം. അപ്പം അതിൽ നമ്മുടെ ഏറ്റവും ഒരു വളരെ എന്താ പറയുന്നത് ഒരു ഫ്രജൈൽ അല്ലെങ്കിൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു പീരീഡ് ആണല്ലോ പ്രഗ്നൻസി ടൈം. അപ്പം ഈ പ്രഗ്നൻസി ടൈമിൽ കപ്പിളിനിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവുക, അങ്ങനത്തെ കേസസ് വരാറുണ്ടോ? അല്ല, പ്രഗ്നൻസി ടൈമിൽ എന്ന് പറയുന്നത് ഒന്ന് ആദ്യത്തെ 3 month ഒക്കെ ഫിസിക്കൽ കോണ്ടാക്ട് വേണ്ടാന്ന് പറയുന്ന ആളുകളുണ്ട്. പിന്നെ ചില ഒരു 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൂടുതലും ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 7ാം മാസം കുട്ടി കൊണ്ടുപോയി പിന്നെ വരുന്നത് ഈ 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ 90 കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോ ബേസിക്കലി പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു ആവശ്യകത തന്നെയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ വരുമ്പോൾ വേറൊന്നിലേക്ക് തേടി പോവുക. ചിലവർക്ക് ബോഡി തടിച്ചു, ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, തടി കൂടി എന്നുള്ളത് അവരുടെ കൺസെപ്റ്റ് മാറുണ്ടാവും. അപ്പൊ അങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ വളരെ കൂടുതലാണ് ഇങ്ങനത്തെ കേസിൽ. ശരിക്കും പറഞ്ഞാൽ മാം അത് നമ്മൾ ആ പാർട്ട്ണർ, അതായത് ആ ഒരു മെയിൽ ആളിന് ഒരു അവയർനെസ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. കാരണം ആ ഒരു ലേഡിക്ക് ഏറ്റവും സപ്പോർട്ട് വേണ്ട ടൈം അല്ലേ സെക്സ്, അല്ലെങ്കിൽ ഈ ഒരു ഡിസയർ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത പുരുഷന്മാരുടെ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു സ്ത്രീ വില്ലിങ് അല്ല, ഇമോഷണലി ഫിസിക്കലി വില്ലിങ് അല്ല. അതിനെ അണ്ടർസ്റ്റാൻഡ്, അതാണ് ഈ ഇമോഷണലി നമ്മൾ അവരെ കുറച്ചുകൂടെ കേൾക്കണം, മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം. അപ്പം ഈ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കൊന്ന് മാമിന്റെ വീഡിയോയിൽ ഞാൻ കണ്ടു, അതായത് ഈ ആദ്യത്തെ 3 മാസം പാർട്ട്ണറിനെ കാണുമ്പോൾ ഒരു ദേഷ്യം, സ്മെല്ല് ഇഷ്ടമല്ല, അവേർഷൻ. അപ്പം ആ ഒരു അങ്ങനത്തെ കേസസ് ആ പ്രഗ്നൻസി ടൈമിൽ തന്നെ വരുന്നവരുണ്ടോ കൗൺസിലിങ്ങിനായിട്ട് മാമിന്റെ അടുത്ത്? ഇല്ല, അങ്ങനെ അതല്ല. ചിലത് നമ്മൾ വീടുകളിൽ നിന്ന് ഉണ്ടല്ലോ, ചിലപ്പം സ്മെല്ല് പിടിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല, ചിലർക്ക് ഫിസിക്കലി ടയേർഡ് ആയിരിക്കും, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. പലർക്കും പല രീതിയാണ്. ചിലർ ഇതൊന്നും അല്ലാതെ വളരെ ആക്റ്റീവ് ആവുന്ന ആളുകൾ. എനിക്ക് എൻ്റെ മോനെ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ ഒന്നും അറിയുന്നില്ലായിരുന്നു. അപ്പോൾ പലർക്കും പല രീതി, ഡിപ്പെൻസ് അപ്പോൺ അവരുടെ ഹെൽത്ത് അനുസരിച്ചിട്ടാണ്. ആ ടൈം അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് കോമൺ ആണോ, അതോ മാം അത് എങ്ങനെയാണ്? അത് അങ്ങനെ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ എന്റെ ഉമ്മയോ എന്റെ സിസ്റ്ററൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, തീരെ സ്മെല്ല് പിടിക്കുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെയാണ് പിന്നെ പോസ്റ്റ് ഡെലിവറി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. അപ്പൊ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണറിനെക്കാട്ടി കൂടുതൽ ഇപ്പം ഒരു ലേഡി ഇപ്പൊ നമ്മുടെ ജനറേഷനിലുള്ളവർ പറയുവാണ് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ലേഡീസ് തന്നെ പറയും, പിന്നെ ഞങ്ങള് കുറെ കുട്ടികൾ ഉണ്ടായിട്ടും ഇങ്ങനെയൊന്നും ഇല്ല, ഇപ്പോഴാണല്ലോ എന്നുള്ളത്. അല്ല, ഇതെന്താന്ന് പറയാ, പോസ്റ്റ്മോർട്ടം ഡെലിവറി ഒക്കെ പണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്തിരുന്ന രീതി വേറെയാണ്. ഇപ്പോൾ എനിക്കൊന്നും ഇനിയൊരു ഡെലിവറി ഉണ്ടെങ്കിൽ ആലോചിക്കാൻ വെക്കാം. നമ്മൾ അത്രയും ബിസി ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് വീട്ടിലിരിക്കുക, അതൊന്ന്. പിന്നെ ഉറക്കം ഒരു മനുഷ്യന് മസ്റ്റല്ലേ. ഇത് പോവുകയാണ്, നമ്മളെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ വേറെ മാറി കിടക്കുകയാണ്. ഫിസിക്കലി നമുക്ക് പെയിൻ, ഇതെല്ലാം. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്, നമുക്ക് നമ്മുടെ ബോഡിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തടിച്ച് ചീർത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന്. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല, നമ്മളൊരു കൂട്ടുകുടുംബ ഒരു സിസ്റ്റത്തിലാണ്. പണ്ട് ജീവിതശൈലി രോഗങ്ങൾ വളരെ കുറവാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ഒരു സ്ത്രീ, ഇത് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നതല്ല, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം നോക്കുക, അതല്ലെങ്കിൽ ഒരു സ്ത്രീ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മന്ത്ലി 4 ഫേസസ് ആണ്. മെൻസ്ട്രൽ ഫേസ്, ലൂട്ടിയൽ ഫേസ്. അങ്ങനെ ഈ പറയുന്ന കാലഘട്ടത്തിൽ അത്രയും ഒരു സ്ത്രീക്ക് ഹോർമോണിലെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ചില സ്ത്രീകൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അല്ലെ. ചിലവര് ഓരോ ഫേസിൽ ഓരോ സ്റ്റേജാണ് കാണിക്കുക. ഡെയിലി ആണ് അവന്റെ ടെസ്റ്റോസ്റ്റെറോണിന്റെ അളവ് കൂടുന്നെങ്കിലും സ്ത്രീക്ക് അങ്ങനെയല്ല. എപ്പോഴും ആക്റ്റീവ് ആവാൻ പറ്റില്ല. പിന്നെ ചില ആളുകൾക്ക് അറിയായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിൽ നിന്ന് ഓവർകം ചെയ്യണം എന്നുള്ള കുറച്ചും കൂടെ എന്താ പറയുക
കണ്ണിയായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ എനിക്കിത് മാറ്റണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ലേഡീനെ എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഞാൻ തോൽക്കാൻ തയ്യാറല്ല, പക്ഷെ എനിക്ക് ഈ ഫേസ് ഓഫ് ലൈഫിൽ നിന്ന് എനിക്ക് മാറണം. അങ്ങനെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അങ്ങനെ അതായത് നമ്മള് പക്ഷെ എല്ലാ കേസിലും അങ്ങനെ പറയാൻ പറ്റില്ല. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന കേസിലാണ് ഈ കൊല്ലുക. അതിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ റീസെന്റ് കുറച്ച് നാൾ മുന്നേ ഒരു ന്യൂസ് കേട്ടായിരുന്നു. ആ പോസ്റ്റ്പാർട്ടം ടൈമില് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ലെവലിൽ എത്തുന്നു, അവർ സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്യുന്നു. ശരിക്കും അത് ആ ഒരു ഫേസിൽ നമ്മൾ ആ ആളിനെ കൗൺസിൽ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല, ചുറ്റുമുള്ളവർക്ക് കൂടെ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവരെയും മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ വേറൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ഇതിനെക്കുറിച്ച് വായിച്ച് ഇപ്പം നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന സ്ത്രീകള് ഡിപ്രഷനെ കുറിച്ച് ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ടോ, എനിക്കതുണ്ട് ഇതുണ്ട്, ഇവരെന്നെ പ്രഡിക്റ്റ് ചെയ്ത് വരുന്നവരുണ്ട്. എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ട്, ഞാൻ അനുഭവിച്ചത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. ഓവറായിട്ട് അറിയുന്നത് കൊണ്ട് ഇവരങ്ങ് തീരുമാനിക്കും. ഓതന്റിക് സോഴ്സിൽ നിന്നല്ലാതെ കുറെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രഗ്നൻസി ഭയങ്കര രസകരമൊന്നും അല്ല. ഈ കിടക്കുക കുടിക്കാലോ, എന്താ പറയാ, കുട്ടി പാല് കുടിച്ചോണ്ടേയിരിക്കും. ഇപ്പൊ എന്റെ അനിയത്തി ഡെലിവറി കഴിഞ്ഞിരിക്കുക, അവള് പറയുന്നത് പാല് കൊടുക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എടി സുഖമാണോ എന്ന് ചോദിച്ചാൽ അവള് പാല് കൊടുക്കുക കിടക്കുക, പാല് കൊടുക്കുക കിടക്കുക, ഇതാണ് അതാണ് ലൈഫ്. അവരെ സംബന്ധിച്ച് അവർക്ക് പുതിയ വിശേഷങ്ങളില്ല, അവര് പുറത്തു പോകുന്നില്ല, ഇതൊന്നും അല്ല. എന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ മോനുള്ള സമയത്ത് ഞാൻ മൂന്നാർ പോയിട്ടുണ്ട്, ഞാൻ എന്റെ പ്രഗ്നൻസിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഞാൻ തിയേറ്ററിൽ പോയിട്ടുണ്ട്. ഡിപ്പെൻസ് അപ്പൊ ഓരോരുത്തരുടെ ഓരോ രീതിയാണ്, കാഴ്ചപ്പാടാണ് മാം. അതേപോലെ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പം അത് ചില ഫാമിലികൾക്ക്, ചിലത് നമ്മുടെ ഫാമിലിക്ക് പ്രശ്നമില്ലെങ്കിൽ കാണുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. പണ്ടേ ഇങ്ങനെ കാണാറുണ്ട്, പാല് കുടിക്കുന്നത് കാണാൻ പാടില്ല, പാല് കുറഞ്ഞു പോകും, അങ്ങനെയൊക്കെ. ഇതെങ്ങനെ കുറയാ നോക്കുമ്പോ കുറയാ. അപ്പൊ പലർക്കും പല രീതിയാണ്. ശരിക്കും മാം ഈ പോസ്റ്റ്പാർട്ടം ടൈമില് നമ്മളുടെ പണ്ടുള്ളൊരു കൾച്ചർ എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തുക, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പക്ഷെ അത് ശരിക്കും കുറച്ചുകൂടി ആ ടൈമിൽ നമ്മളെ ഒരു ലോൺലി ഫീൽ വരുത്തില്ല. ഇതെന്തുകൊണ്ടാണ് ഈ പ്രഗ്നൻസിയിൽ ഇത് മാറ്റി നിർത്തപ്പെടണം എന്ന് പറയുന്നത്? ഇപ്പോഴല്ല, ഒരു 1 year ബാക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്തു, ബ്ലീഡിങ് ആയിട്ടൊക്കെ വന്നിട്ട് എനിക്കറിയുന്ന ഒരു ഗൈനക്ക് അവരെൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസ് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അധികം അടുത്ത് കിടക്കണ്ട എന്ന് പറയുന്നത്? മാറ്റി എനിക്കൊന്ന് പണ്ട് കാലത്ത് അതുകൊണ്ടായിരിക്കണം കമ്പൽസറി ആയിട്ട് മാറ്റി. പക്ഷെ നമുക്കൊരു അവയർനെസ് ഉണ്ടെങ്കിലല്ലേ നമ്മൾ അത് അനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളുള്ള കാര്യമല്ലല്ലോ ചിലതും. അതുകൊണ്ട് പക്ഷെ എന്നാലും പാർട്ട്ണറിന്റെ ഒരു അടുത്ത പ്രസൻസ് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവർക്കും അവരുടെ പാർട്ട്ണർ അടുത്തിരിക്കണം എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള. ഇപ്പൊ ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റിയുടെ കേസിൽ അവർക്ക് എന്തായാലും കുഴപ്പമില്ല, ബ്ലീഡിങ് ആയാലും പ്രശ്നമല്ല, അവർക്ക് അവരുടെ നീഡ് കഴിയണമെന്നാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ചിലർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവാം, ചിലർക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട്. ഇതും ചെറിയ കാര്യമല്ല. പക്ഷെ ശരിക്കും ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർക്കാണ്, വേറെ ആർക്കും ചുറ്റുമുള്ള മനുഷ്യർക്കാണ്. അവിടെ കുറെ കൂടുതൽ കുറ്റപ്പെടുത്താതല്ലേ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളല്ലേ ആ സമയത്ത് നിന്റെ തോന്നലാണെന്ന് പറയുമ്പോൾ. ശരിക്കും പുരുഷന്മാരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയില്ല, ഇതിനെ വളരെയധികം നോർമലൈസ് ചെയ്യാറുണ്ട്. എന്താണ് ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളും, ഇതൊക്കെ എല്ലാവരും പ്രസവിക്കുന്നതല്ലേ. കുറെ ഞങ്ങൾ 5-6 കുട്ടികളെ പ്രസവിച്ചു, ഇങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കാണല്ലോ ഈ ഡിപ്രഷൻ. അങ്ങനെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സ്ത്രീകളിൽ നിന്ന് തന്നെ കേൾക്കുന്ന ഒരു കമന്റ് ആണ്. ഉറപ്പായിട്ടും. അപ്പൊ ഈ സ്ത്രീകൾ തന്നെ ഭയങ്കര പാരയാണ് സ്ത്രീകൾ. അത് ശരിക്കും ഇങ്ങനെയൊക്കെ ആവണം, അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ പലപ്പോഴും ഉള്ള ഒരു അടിച്ചമർത്തലുകളുണ്ട്. അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം വിമൻ സൈക്കോളജി പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മൾ അത്രയും ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് പുരുഷന്മാരുടെ സൈക്കോളജി, അല്ലെങ്കിൽ അവരുടെ അവർക്കും ഉണ്ടാവുമല്ലോ. ലൈക്ക് നമ്മൾ എപ്പോഴും അവരെ ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാം ഫേസ് ചെയ്യുന്ന ആളുകളായിട്ടാണല്ലോ കാണുന്നത്. പക്ഷെ അവരും എന്താ പറയാ ഒരു വൾണറബിൾ ആവുന്ന സിറ്റുവേഷൻസ് ഇല്ലേ? അപ്പൊ അങ്ങനെ മാമിന്റെ അടുത്ത് കേസസ് വരാറുണ്ടോ? മോസ്റ്റ് ഓഫ് ദി കേസിൽ നമ്മൾ കാണുന്നത് പുരുഷന്മാർക്ക് കരയാൻ അവരുടെ ഇൻസെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ആശ്വാസം ഉണ്ടെങ്കിൽ
ഓക്കെയാണ്. പക്ഷെ ഈ ചില അവരെ കേൾക്കാൻ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഒരു പുരുഷൻ കുടുംബം നോക്കണം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കേണ്ടവളാണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഇന്നാണ്. ഇപ്പോൾ ഒക്കെ വരുന്ന കേസുകളിൽ കേൾക്കുന്നത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ, നിങ്ങൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, നിങ്ങൾ എവിടെയാണ് ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നത്, കല്യാണം കഴിക്കുമ്പോൾ അത്രയധികം ഏബിൾ ആയിട്ടുള്ള ഒരാളെ ഇന്നത്തെ സ്ത്രീക്ക് ചൂസ് ചെയ്യും. അത്രയും ചൂസ് ചെയ്യാണ് ഇന്നത്തെ സ്ത്രീകള്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭാരം കൂടുതലാണ്. അവന് ഇതൊക്കെ ഞാൻ ചെയ്യണ്ടേ, ഇതൊക്കെ ഒരാള് ഒരു 1 lakh 2 lakh ഒക്കെ മിനിമം എമൗണ്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഒരു ടൂർ പോകണം, അല്ലെങ്കിൽ ഒരു 5 star കാറ്റഗറി ഫുഡ് കഴിക്കണം, ഇതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് പുരുഷൻ എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാൻ അവൻ കുറേയധികം കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഡിപ്രഷനും അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെ കൂടുതലും പുരുഷന്മാരിലും ഇപ്പോൾ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ട്രോമകൾ, മോളസ്റ്റേഷൻ ഒക്കെ കൂടുതലായിട്ടും പക്ഷെ പുരുഷന്മാർ ഇതൊന്നും അഡ്രസ് ചെയ്ത് പറയാറില്ല. അതുകൊണ്ട് ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആകുന്നില്ല. പുരുഷനെ പീഡിപ്പിച്ചതുകൊണ്ട് ഇന്ന് വരെ ഒരു കേസ് വന്നിട്ടില്ല. അതുപോലെ പുരുഷന്മാര് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ഫാമിലി ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള ഭാര്യയെ കൊണ്ട് സഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് വേണ്ടി ഒരുപാട് എല്ലാം മാറ്റി വെച്ചിട്ട് കുടുംബം വരെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം സ്ത്രീയെ പോലെ തന്നെ സ്ത്രീ പുരുഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി മനുഷ്യൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്, ഇൻഡിവിജ്വൽ എന്നുള്ള എനിക്കും അല്ലെങ്കിൽ വേറെ പുരുഷന് ആരെങ്കിലും കുത്തിയാൽ വേദനിക്കും, ഹേർട്ട് ചെയ്താൽ വേദനിക്കും. അങ്ങനെ ചിന്തിച്ചൂടെ? എനിക്ക് തോന്നിയിട്ടുള്ളത് മനക്കെട്ടി കൂടുതൽ, അതായത് ഒരു വിൽ പവർ കൂടുതൽ സ്ത്രീകൾക്കാണ് കമ്പാരിറ്റീവ്ലി. സ്ത്രീ കുറച്ചും കൂടെ ഇമോഷണൽ സപ്രസ് ചെയ്യാതെ കരയും, ദേഷ്യപ്പെടും, ഒച്ചയെടുക്കും. ഇതുകൊണ്ട് കുറെയൊക്കെ മാറുന്നുണ്ട്. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല, കുറെ സൈലന്റ് ആവുകയാണ്. കുറെ പുരുഷന്മാർ ഇപ്പൊ കല്യാണത്തിന് മുൻപൊക്കെ ഭയങ്കര അടിച്ചുപൊളി ഉണ്ടായിരുന്ന ഒരാള് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഭയങ്കര ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു എൻ്റെ. ഞാനൊരു ദിവസം ഇവനെ ഒരു മോളിൽ വെച്ച് കണ്ടപ്പോൾ ഇവന് അപ്പൊ ഞാൻ എന്താ അല്ല അവൾക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ മാറുന്ന ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാളുടെ സ്പേസിൽ, ഒരാളുടെ സൗഹൃദത്തിൽ, ഒരാളുടെ എൻ്റെ അമ്മയോട് സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ പെങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കില്ല, എനിക്ക് യാത്ര പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ ശരിക്കും ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഇതാവുക എന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ നമുക്ക് സ്നേഹം നേടിയെടുക്കാൻ പറ്റും? യെസ്, ഇങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ഭർത്താവിന്റെ സ്നേഹമോ ഒരു ഭാര്യയുടെ സ്നേഹമോ പുരുഷന്മാരിങ്ങനെ നേരിടുന്ന അധികം കാര്യങ്ങളും പുറത്തോട്ട് അത്രയും ഡിസ്കഷൻ ആവുന്നില്ല എന്നുള്ളതാണ് അല്ലേ? പുരുഷന്മാർ പറയില്ല. അതെ, പറയില്ല. നമ്മളുടെ കൗൺസിലിങ്ങിലൊക്കെ സത്യം പറഞ്ഞാൽ കരയാൻ സഹായിക്കുക എന്നുള്ളതാണ്. പുരുഷന്മാരാണെങ്കിലും അവരെ ഹീൽ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അവർ ഒന്ന് കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി ഓക്കെ. അവർക്ക് ഒരാളോട് പറയാൻ പറ്റുന്നില്ല, അവരുടെ പാർട്ട്ണറോട് പറഞ്ഞാൽ അവർ ആ ഇന്റൻസിറ്റിയോടെ കേൾക്കണമെന്നില്ല. അങ്ങനെ പരസ്പരം കേൾക്കുക, മനസ്സിലാക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോവുള്ളൂ ഫാമിലി ലൈഫൊക്കെ. മാം, അതേപോലെ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഡിപ്രഷൻ എന്നുള്ളൊരു വേർഡ് ഭയങ്കര കോമൺ ആണ് ഇപ്പോൾ. അപ്പം നമ്മളിപ്പം ചെറിയ കുട്ടികൾ പോലും എന്തെങ്കിലും ഒരു വഴക്ക് കേട്ട് മാറിയിരുന്ന് വിഷമിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡിപ്രഷൻ ആണെന്നാണ് തോന്നുന്നത്. അതായത് വളരെ സില്ലി ആയിട്ട് ആ ഒരു വേർഡിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഒരാൾ എപ്പോഴാണ് ശരിക്കും ഡിപ്രഷനിലാണ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വേണ്ട അവസ്ഥ, അത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതായത് ഒരാളുടെ ഉറക്കത്തെ, ഒരാളുടെ ആഹാരത്തെ, ഒരാളുടെ ഡെയിലി റൊട്ടീനെ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ലൈഫിനെ, ഇതിനെയൊക്കെ ബാധിക്കണം. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡെയിലി റൊട്ടീൻസിനെയൊക്കെ ബാധിക്കുകയാണെങ്കിലാണ് നമ്മളൊന്ന് ഒരു കൗൺസിലിങ്ങിന് പോവുക, അതായിരിക്കും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു ഇൻവളണ്ടറീസ് ഉണ്ട്. ആ ഇൻവളണ്ടറീസ് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രഷൻ ആണെന്നുള്ളത് പറയാൻ പറ്റും. സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ വരും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഡിപ്രസീവ് ആവും. നമുക്കൊരു മാർക്ക് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ, കപ്പിൾ സെഷനൊക്കെ അങ്ങനെ ഡിപ്രഷൻ ആവണം. ഇതെന്താണ് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള അത് ആലോചിച്ചിട്ട് അങ്ങനെ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഞാൻ പറയില്ലേ, ഈ ആളുകളെല്ലാം എല്ലാവരും ഒരു റൂമിൽ ഒരു മൊബൈല് തുറന്ന് പറയുക എന്ന് പറയുന്ന ഒരു സ്പേസ് ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല.
ഇപ്പൊ നമ്മളൊക്കെ ഫാമിലി ഗെറ്റ് ടുഗദർ എടുത്ത് നോക്കി കഴിഞ്ഞാല് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഡാൻസും പാട്ടും ഒക്കെയാണ്, പിള്ളേരൊക്കെ ഫോണിലാണ്. അപ്പൊ ഈ തുറന്നു പറയാൻ ആളില്ലാത്തത് കൊണ്ടും അവരെ കേൾക്കാൻ ആളില്ലാത്തതൊക്കെ ഡിപ്രഷനിലേക്ക് പലപ്പോഴും മനുഷ്യനെ നയിക്കുന്നുണ്ട്. ഡിപ്രഷന് ഒരു കാരണം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ചിലവർക്ക് സിവിയർ ആയിട്ടുള്ള കേസുകളുണ്ട്, ചിലവർക്ക് ഡിപ്രഷൻ തന്നെ പല കാറ്റഗറി ഉണ്ട്. മേജർ ഡിപ്രഷൻ ഉണ്ട്, അതായത് ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ട്, അതുപോലെ തന്നെ പെർസിസ്റ്റന്റ് ഡിപ്രഷൻ ഉണ്ട്. അത് ചില ആളുകൾക്ക് 2 ആഴ്ച കൂടുതൽ. ഇപ്പം ഇത്രയേ ഉള്ളൂ, നമ്മള് ഒരാൾ മരിച്ചു, ഡേ 1 അതേ കരച്ചിൽ തന്നെ 30-ാമത്തെ ദിവസവും കരയാണെങ്കിൽ അത് ഇതിന്ന് അയാൾക്ക് ഇറങ്ങി വരാൻ പറ്റിയിട്ടില്ല. അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ചിലർക്ക് 2 year ആയിട്ട് റാപ്പിഡായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ അത് പെർസിസ്റ്റന്റ് ഡിപ്രഷനാണ്. മേജർ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് 2 ആഴ്ച അതേ ഫീലിങ്ങോടുകൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ഉറക്കമില്ലാത്ത അതേ ഫീലിങ്സോടുകൂടി ഉണ്ടാവുകയാണെങ്കിലാണ് നമുക്കൊരു കൗൺസിലിങ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകേണ്ടത്. സെക്ഷൽ ഫാന്റസീസ് കാരണം വരുന്ന അല്ലെങ്കിൽ ഹൈപ്പർ സെക്ഷൽ ആൾക്കാർ വരുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കേസസ് സിവിയർ ആയിട്ട് മാമിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഹൈപ്പർ സെക്ഷുവാലിറ്റി, അതുപോലെ സ്വാപ്പിംഗ് വളരെ കേരളത്തിൽ കൂടുതലായിട്ടും നമ്മുടെ അടുത്ത് വരാറുണ്ട്. സ്വാപ്പിംഗ് ഉണ്ട്, ത്രീസം, അതായത് ആളുകളുടെ പോണോഗ്രഫി, ഭയങ്കരമായിട്ടുള്ള പോണോഗ്രഫി, അതുപോലെ മാസ്റ്റുർബേഷൻ അഡിക്ഷൻ, ഇതൊക്കെ ഭയങ്കരമായിട്ട് വരുന്നൊരു കാര്യമാണ്. ഇത് ഒരുവിധം കേസുകളിലൊക്കെ ആളുകൾ ചോദിക്കുന്നത് മാസ്റ്റുർബേഷൻ ചെയ്യുന്നത് തെറ്റാണോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇതൊക്കെ ഓരോരുത്തരും മതങ്ങളിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർ ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ബാധിക്കുക എപ്പോഴാന്ന് വെച്ചാൽ ഫാമിലി ലൈഫിലാണ് വരുമ്പോഴാണ് അത്. ഇപ്പോൾ ഇതിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ മാസ്റ്റുർബേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് മാസ്റ്റുർബേഷൻ ഒരാളോട് നമുക്ക് അഡിക്ഷൻ, ആദ്യം അത് അഡിക്ഷൻ ആണോ ഇത് റൊട്ടീനാണോ എന്നുള്ളത് മനസ്സിലാക്കുക. പലപ്പോഴും നമുക്ക് പുറത്തുനിന്നുള്ള ആളുകൾ അപ്പം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെ ഇത് ഭയങ്കര കൂടുതലായിട്ട് കാണാം, അല്ലെങ്കിൽ ഡിപ്രഷൻ്റെ കേസിൽ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. ചിലർ ഉറക്കത്തിന് വേണ്ടിയിട്ടായിരിക്കും മാസ്റ്റുർബേഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ, അതുപോലെ തന്നെ അതായത് ആദ്യം നമ്മളൊരു ഒരു സ്ത്രീയും ഒരു പുരുഷനായിട്ടുള്ള വീഡിയോ ആയിരിക്കും കാണുക, പിന്നെ 2 സ്ത്രീ 2 പുരുഷൻ. നമ്മൾ ഫോറിൻ കൾച്ചർ അല്ലെങ്കിൽ വീഡിയോയെ നമ്മൾ അനുകരിക്കാൻ നോക്കാറുണ്ട്. സ്വാപ്പിങ്, ഇങ്ങനെയുള്ള ത്രീസമ്മ, ഇങ്ങനെയുള്ള കോമൺ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസ് മാത്രമല്ല, അച്ഛൻ മകൾ, മകൻ അമ്മ, ഇങ്ങനെയുള്ള കേസുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയുകയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കേസുകൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ നടക്കുമ്പോഴേ വിശ്വസിക്കാൻ പറ്റും അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ സെക്ഷൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മാറാണ്. അതായത് ഒന്നിലും അവർക്ക് അവരുടെ പ്ലഷർ വേറെ എന്തൊക്കെയോ ആണ്, പിന്നെ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും പുതിയ ഒരു പരീക്ഷണങ്ങളൊക്കെ ഇതിൽ നടത്തുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള വേർഷനൊക്കെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള കപ്പിൾ സെഷനൊക്കെ അവർ തന്നെ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ശരിക്കും നമുക്കും അത് പുതുമയാണ്. അപ്പം ഇത് മാം കൗൺസിലിംഗ് കൊണ്ട് ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ, അതോ സിവിയർ കേസസ് ഒക്കെ? അല്ല, ചിലത് ന്യൂറോളജിക്കലി ആയിട്ടുള്ള, ചിലത് സൈക്കാട്രി മരുന്ന് കഴിച്ചാൽ മാത്രം മാറുന്ന കേസുണ്ട്. എല്ലാം കൗൺസിലിംഗ് കൊണ്ടൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് കേസ് നമ്മൾ ആ ഐഡന്റിറ്റി ആയിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഹൈപ്പർ സെക്ഷുവാലിറ്റി ആണെങ്കിൽ അധികമാണെങ്കിൽ അത് സൈക്കാട്രി ലെവലിൽ തന്നെ പോകേണ്ടി വരും. ഒരു ഹോർമോണിലെ ആണെങ്കിൽ നമുക്ക് എൻഡോക്രൈനോളജിയെ കാണിക്കണം. നമുക്ക് എല്ലാം ഒരു കൗൺസിലിങ്ങിലും ഒരു തെറാപ്പിയിലൊന്നും മാറുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ ഈ സെക്ഷൽ ഫാന്റസീസിന്റെ, അതായത് എക്സ്ട്രീം കേസസ്, അതായത് നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ കേസസ് മാമിന്റെ അടുത്ത് വന്നിട്ടുള്ളൂ, ഒന്ന് ഷെയർ ചെയ്യാമോ? സെക്ഷൽ വൈകൃതങ്ങൾ, അതായത് ലൈംഗിക വൈകൃതങ്ങൾ പലപ്പോഴും ആളുകൾക്ക് പറയാൻ മടിയാണ്. ശരിക്കും ഒരു സ്ത്രീ ട്രാപ്പിലാവുന്നത് ഒരു ആദ്യ രാത്രി അവർ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സെക്സ് ആയിരിക്കില്ല നടക്കുക. ചില ഈ വൈകൃതങ്ങളുള്ള മനുഷ്യർ അത്രയും എക്സ്ട്രീമായിട്ടാണ് അവരോട് പെരുമാറുക. അപ്പോൾ ചിലത് കാലഘട്ടം കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുക ഇങ്ങനെയൊക്കെ ആണെന്നുള്ള. അങ്ങനെ ഒരു കേസൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ഡിവോഴ്സ് കേസുകളൊക്കെ കൂടുന്നത് പലപ്പോഴും സെക്ഷൽ ഈ വൈകൃതങ്ങൾ കൂടുമ്പോൾ അത്തരം കേസുകൾ ആണ് ഡിവോഴ്സിലേക്ക് സ്ത്രീകൾ മുതിരുന്നത്.
അങ്ങനെ പറയാനാണെങ്കിൽ ചില കേസിൽ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്തിട്ട് സെക്സ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ സ്വാപ്പിങ്ങിന് നിർബന്ധിക്കുന്ന ആളുകളുണ്ട്. ചില പുരുഷന്മാർ ത്രീസമിന് നിർബന്ധിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കൊക്കോൾഡ് സെക്സിന് നിർബന്ധിക്കുന്ന ആളുകളുണ്ട്. ചില സ്ത്രീകൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഒരു സെക്സ് എന്ന് പറയുന്നത് ഒരു നോർമലി ഒരു സെക്സ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വിചാരിക്കുന്ന ഒരു 2 കാലിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു സ്ത്രീ ഓർഗാസത്തിൽ എത്തിയോ അല്ലെങ്കിൽ അവർക്ക് പ്ലഷർ വന്നോ അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. ഈ വൈകൃതങ്ങളുള്ള ആളുകളെ വെച്ചിട്ട് അവർക്ക് അവരുടെ നീഡ് എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി. അതെങ്ങനെയല്ല ഒരു കേസിൽ വരികയാണെങ്കിൽ അവരെപ്പോഴും ആ പുരുഷനെപ്പോഴും അവരുടെ വൈകൃതം എന്ന് പറയുന്നത് ചെവിയിലായിരുന്നു. പലരും പല രീതിയിലാണ്. ചിലർ ആനൽ സെക്സിന് നിർബന്ധിക്കുന്ന ആളുകൾ. പക്ഷെ ഇതിന് ഒരു സ്ത്രീ കൺവിൻസ്ഡ് ആവണ്ടേ? കൺവിൻസ്ഡ് ആവാത്ത പക്ഷെ അതൊക്കെ ഫോഴ്സ് സെക്സ് ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അവർക്കുണ്ടാകുന്ന ഒരു ട്രോമ കൂടിയാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ ആദ്യം തന്നെ ഒരു സ്ത്രീ ഡിപ്രഷനിലേക്കും ഒരു PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിലേക്കൊക്കെ ആവുന്നത് പലപ്പോഴും ഫാമിലി ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇത് ആരോടും പറയാനും പറ്റില്ല. ചിലപ്പോൾ 2-3 കുട്ടി അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവാം. നാർസിസ്റ്റ് പേഴ്സണാലിറ്റി പല രീതിയിൽ കെട്ടിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലവരുടെ അവരുടെ ഫീലിങ്സ് എന്താന്ന് പോലും പീരീഡ്സിൽ നിർബന്ധിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സെക്ഷൽ വൈകൃതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കേസ് പറയുകയാണെങ്കിൽ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റിൽ തന്നെ ആദ്യ രാത്രി ഫുൾ നേക്കഡായിട്ട് നിർത്തിക്കുക. ഒന്നും ചെയ്യാനല്ല, ഫുൾ നേക്കഡായിട്ട് നിർത്തിക്കുക. ചിലർ കുത്തി വേദനിപ്പിക്കുന്നവരുണ്ട്. വെറുതെ ബ്ലേഡ് കൊണ്ട് കീറുക, സിഗരറ്റ് കൊണ്ട് കുത്തുക, ഇങ്ങനെ എക്സ്ട്രീമായിട്ട്. അതുപോലെ തന്നെ എക്സ്ട്രീം, അതായത് അഗ്രഷനുള്ള പുരുഷന്മാരുണ്ട്, അഗ്രഷനുള്ള സ്ത്രീകളുണ്ട് കേട്ടോ. കടിക്കുക, മാന്തുക, അങ്ങനെ ചോര വരുന്നത് പോലെ കണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. വിക്ടിം ആയിട്ടുള്ള ആളുകൾ ഇത് സഹിച്ച് നിൽക്കുവാണോ, അതായത് അവർക്കൊരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണോ, അത് എന്താണ് അങ്ങനെ നിൽക്കുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അറിയുമ്പോഴത്തേക്കും പ്രഗ്നന്റ് ആയിട്ടുണ്ടാവും, കുട്ടിയായിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു കുട്ടി ആയി കഴിഞ്ഞാൽ മാറും. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, കുട്ടി ആയിക്കഴിഞ്ഞാൽ മാറും. പക്ഷെ ഇന്നത്തെ സ്ത്രീകൾ അതൊന്നും സഹിക്കാൻ തയ്യാറല്ല. ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സഹിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്ത കേസുകളാണ് ഇതാണ്. കാരണം നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ എങ്ങനെയാണ്, ഇങ്ങനെ നമ്മുടെ ഭർത്താവിന്റെ കുറ്റം പറയാൻ പാടില്ല, പിന്നെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളില്ലേ ഇഷ്ടംപോലെ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കേസ് അറ്റൻഡ് ചെയ്ത് ആ ലേഡിക്ക് 3 കുട്ടികളുണ്ട്. പക്ഷെ ഇപ്പൊ അവർക്ക് ആ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷെ ഈ ഭർത്താവ് ഇവരായിട്ടുള്ള സെക്സ് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ലീക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഒരു മക്കളുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കേസുണ്ട്. അപ്പോൾ പല രീതിയിലും ഇമോഷണലി ട്രാപ്പാണ്. പലപ്പോഴും സൊസൈറ്റിയെ നമ്മൾ ഭയപ്പെട്ടിരുന്നല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ പലപ്പോഴും മക്കൾക്ക് വേണ്ടി ഇതൊക്കെ തന്നെയാണ് ജീവിതം, ഇനി ഇങ്ങനെ ജീവിച്ച് തീർക്കാമെന്ന് സ്ത്രീ തീരുമാനിക്കുകയാണ്. ഒരു കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞാലും ഇവർ അതിൽ നിന്ന് പുറത്തേക്ക് വരാനല്ലേ ശ്രമിക്കുന്നത്? സെക്ഷൽ ഡിസോർഡർ കൗൺസിലിംഗ് കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. ഈ വിക്ടിമായിട്ടുള്ള ആൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കേസസ് ഉണ്ടോ? ഇതിൽ നമ്മൾ ഒരു സ്ത്രീയാണ് വരുന്നെങ്കിൽ നമുക്ക് വിമൻ എംപവർമെന്റ്, അതായത് ഒരു സ്ത്രീയുടെ വാല്യൂ, ഇപ്പൊ എനിക്കോ നിങ്ങൾക്കോ നാളെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഒരു ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പവറുണ്ട്, ഈ ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, നിങ്ങൾ പഠിക്കാത്ത ഒരാളാണ്, നിങ്ങൾ പഠിക്കുക. ഇന്നത്തെ കാലത്ത് പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിൽ വിറ്റൂടെ, നിങ്ങൾക്ക് എന്ത് വീഡിയോസ് വേണമെങ്കിൽ ചെയ്തൂടെ. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഏതൊരാൾക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. അപ്പോൾ ഒരു സ്ത്രീക്ക് സാധ്യതയുണ്ട്. നിങ്ങൾ അച്ചാർ വിൽക്കണോ, നിങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങണോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു എക്കോ സിസ്റ്റം നമുക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു വിമനെ എംപവർ ചെയ്യാനാണ് നമുക്ക് പറ്റുക. അല്ലെങ്കിൽ അവരുടെ വാല്യൂ നമുക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. സഹിച്ച് നിൽക്കണ്ട എന്നുള്ളതാണ്. എന്താണ് ഈ ഇപ്പോൾ ചിലരിപ്പോൾ ഇത് കാണുമ്പോൾ പറയുന്നുണ്ട് ഇവര് എല്ലാവരും ഡിവോഴ്സ്. അല്ലല്ല, ശരിക്കും ഇത്രയും എക്സ്ട്രീം കേസിൽ ഒരിക്കലും സഹിച്ച് നിൽക്കാൻ പാടില്ല അല്ലേ? അല്ല, വേദനിപ്പിക്കുന്നിടത്ത് നമ്മൾ നിൽക്കാൻ പാടില്ല. അത് ഇമോഷണൽ ആയാലും ഫിസിക്കൽ ആയാലും. യെസ്, ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കണ്ട. ഇമോഷണലി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഫിസിക്കലി ആവും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈ കോർട്ടിസോളിന്റെ അളവ് കൂടുന്നത്, അവരെ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ ശരിക്കും
സ്വാഭാവികമായിട്ടും ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ്സ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും സ്ത്രീ ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് ആ സമയം സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു നല്ല സെക്സ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് നോട്ട് എ ഫിസിക്കൽ പ്ലഷർ അല്ലേ, ഇത് നമുക്ക് തരുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇത് നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട് അല്ലേ. ഒരുപാട് നമ്മുടെ ഹോർമോൺ റിലീസ് ആകുന്നത് കൊണ്ട് തന്നെ നമ്മൾ മെൻ്റലി ഫ്രീ ആണ് അല്ലേ, ഇമോഷണലി നമ്മൾ ഫ്രീ ആണ്. ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരും. ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്സ് വളരെ കുറവാകുന്നത് കൊണ്ട് തന്നെ ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് കുറവാകുന്നതും ഇതേപോലെ ഫോഴ്സ്ഫുൾ ആകും രണ്ടിലും.